ഇന്ന് എല്ലാവർക്കും ചക്കക്കുരുവും കൊഞ്ചും മുരിങ്ങയ്ക്കായും ഇട്ട തീയൽ വേണമെന്നൊരു ബഹളം. അപ്പം നമുക്കിത് ചെയ്തു നോക്കാം, ഉണ്ടാക്കാം. എന്താ വാ നമുക്ക് ചക്കക്കുരു പൊളിക്കാം. അപ്പം എല്ലാവരും ഏറ്റതാ ചക്കക്കുരുവൊക്കെ അമ്മയ്ക്ക് പൊളിച്ചു തരാം, അമ്മ അങ്ങോട്ട് തുടങ്ങും, ഞങ്ങളെല്ലാവരും വരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാനും ഉണ്ട്, ഈ രണ്ട് കയ്യും ഉണ്ട്, ആരുമില്ല. എൻ്റെ കുഞ്ഞ് വീഡിയോ പിടിക്കാൻ നന്തപ്പനുണ്ട്, അല്ലാതെ ആരുമില്ല. തുടങ്ങി. എനിക്ക് പയ്യേ പറ്റത്തുള്ളൂ, സ്പീഡൊന്നും ഇല്ല. ആ ചക്കക്കുരു ഒന്നും എളുപ്പം പൊളിക്കാനൊന്നും പറ്റത്തില്ല. ചക്കക്കുരുവിന്റെ മേളത്തത് മാത്രം കളഞ്ഞാൽ മതി. ആ പറ്റും പറ്റും. പറ്റും, നല്ല രുചിയാ മോനെ. ചിക്കന് ചിക്കൻ്റെതായിട്ടുള്ള റോസ്റ്റ്, ചക്കക്കുരു ആ ചിക്കനേലി നല്ലത്, പോഷക ഗുണമൊക്കെ ഉള്ളത്. ചിക്കൻ റോസ്റ്റ്, ചിക്കനാണ് ആ പേര് കണ്ടുപിടിച്ചത്, റോസ്റ്റ്. പിന്നെ ചക്കക്കുരു റോസ്റ്റ് ആയി, പാവയ്ക്ക റോസ്റ്റ് ആയി, പിന്നെ കൂട്ടാൻ പറ്റാത്ത ആവെങ്കിൽ രണ്ട് ചക്കക്കുരു പൊളിച്ചതാ. എനിക്ക് വയ്യ. നമ്മുടെ പ്ലാവേല തന്നെ കേട്ടോ, ഇത് അടിപൊളിയാ. എന്തോ ചെയ്യാനുള്ള ചക്ക എല്ലാം പോയി. നമ്മുടെ രാധാകൃഷ്ണൻ നട്ട പ്ലാവാണിത്. ഇത്ര ഉള്ളിയുണ്ട്, കൊച്ചുള്ളി, ചക്കക്കുരു. ഇനിയും കൊഞ്ച് ഞാൻ വറുത്തങ്ങ് വെച്ചിട്ടുണ്ട്, നേരത്തെ വറുത്ത് വെച്ചതാ. അത് നമ്മൾ കായംകുളത്തുള്ള ശ്രുതി ലിജു എന്ന് പറഞ്ഞൊരു കൊച്ച് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ട് ഞാൻ അതിന് അയച്ചതാ. അപ്പോൾ 1 കിലോ കൊഞ്ചിന് ഇപ്പോൾ അങ്ങോട്ട് 550-600 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പം മുട്ടൻ കൊഞ്ച് കേട്ടോ, നമ്മളിവിടുന്ന് 100 ഗ്രാമിൻ്റെ മേടിക്കുന്നതിൽ മുട്ടൻ അതിലും നല്ല കൊഞ്ച് അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയപ്പോഴേ ഞാൻ വറുത്ത് എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിപ്പം ഞാൻ എളുപ്പം പൊളിച്ച് റെഡി ആക്കാം. ചക്കക്കുരു ഇത് എത്രയും പൊളിക്കണം, ഇത്രയും കൊച്ചുള്ളി എല്ലാം കാണിക്കാം. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പെയ്യെ പൊളിച്ചെല്ലാം റെഡിയാക്കാം. നമ്മൾ ചക്കക്കുരു എല്ലാം പൊളിച്ച് ഉള്ളിയും പൊളിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു അരിഞ്ഞ് നമുക്ക് വെക്കാം. ഇങ്ങനെ കണ്ടിക്കാം, തീയലിനല്ലയോ. ചക്കക്കുരു തിന്നേച്ച് ഇവിടെ ജോലി ഉണ്ടാക്കരുത്, ഗ്യാസ് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുത്തും. ഞാൻ എല്ലാത്തിനും ഞാൻ കൂട്ടത്തില്ല, എനിക്ക് പേടിയാ. എന്നാലും കൊതി വരും. പിന്നെ നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ, കുഴപ്പമില്ല. ഞങ്ങളിത് നോക്കിയിട്ട് കൂടിയില്ല, നോക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, വെളുത്തുള്ളി ഇഞ്ചിയും വെച്ചേക്കുന്ന എന്തിനാന്നറിയാവോ? എന്തിനാ? ഗ്യാസ് കയറാതിരിക്കാൻ. അതിനകത്ത് മയണൈസ് ഉണ്ടാക്കുമ്പോ വെളുത്തുള്ളിയൊക്കെ ഇടും, ഗ്യാസ് കയറാതിരിക്കാൻ. അതിനതാണല്ലോ വേണ്ടത്. ആശീർവാദിന്റെ സാൾട്ട് ഇരിക്കുന്നു. ശ്രീകുട്ടൻ മേടിച്ചോണ്ട് വന്നതാ. ഉപ്പോ കടയില്ലായിരുന്നു ഇവിടെ. അതാ മറ്റേ സ്പ്രിങ്കിള്. ആശീർവാദിന്റെ ഉപ്പിനകത്ത് ഉപ്പ് അല്ലാതെ ഇച്ചിരി കൂടുതല, എല്ലാ ഉപ്പിനെക്കാട്ടുള്ളൂ. ആണോ? ഇവിടെ ഏതാണ്ട് ഒരു ഉപ്പ് മേടിച്ചതിനകത്തെല്ലാം മണ്ണ്. ഇപ്പൊ മണ്ണ്, ഒത്തിരി മണ്ണ്. അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് നിർത്തി. മറ്റേ അവര് കപ്പലിൽ കയറ്റിയപ്പോ താഴെ മതിയടാ. പിന്നെ എങ്ങനെ ഉപ്പ് കൊണ്ടുവരുന്നത്? കപ്പലിൽ കയറ്റുമ്പോഴാ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങളെല്ലാം അങ്ങ് സർവജ്ഞ പീഠങ്ങളാ. നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പുറത്ത് ഭയങ്കര വെയിലാണ്. മുരിങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. സ്ലോ ഒന്നും അല്ല, മതി. ഒത്തിരി ഒന്നും വേണ്ട, ഇത്രയും മതി. ഇനി പിന്നെ കൊച്ചുള്ളിയും കൂടെ, കൊച്ചുള്ളി പിന്നെ അരിയാം, കണ്ടിക്കാം. എണ്ണണം ഉണക്കക്കൊഞ്ചും മുരിങ്ങയ്ക്ക ചക്കക്കുരു. എന്റെ ദൈവമേ, ഗ്യാസിനെല്ലാ സെറ്റപ്പും ഉണ്ട്. ഗ്യാസ് വരാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ചക്കക്കുരു തിന്നിട്ട് ജോലി ഉണ്ടാക്കുവാണെങ്കിലാ. കൊഞ്ചൊക്കെ ഇരിക്കുന്നുണ്ടോ? കൊഞ്ച് ഞാൻ വറുത്ത് പൊടിച്ചു വെച്ചേക്കുവാ. വറുത്തെല്ലാം മീശയും എല്ലാം കളഞ്ഞ് കൊമ്പും കളഞ്ഞൊക്കെ വെച്ചേക്കുവാ. എല്ലാ സാധനങ്ങളും ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി 2 സാധനങ്ങൾ മാത്രം, ഇഞ്ചിയും വെളുത്തുള്ളി, കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞ് നമുക്ക് ഇവനെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കാം. ഇപ്പം സ്പീഡില് കുനുകുനാന്നൊന്നും അല്ല, 2ആയിട്ട് കീറിയിട്ടാ മതി. കുനുകുനാന്നിന്റെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, വയ്യാലോ. വെളുത്തുള്ളിയുടെ അത് ആദ്യമേ പടി. ചുമന്നുള്ളി അല്ല, ഇത് കൊച്ചുള്ളി. ചുമന്നുള്ളി എന്നാ പറയുന്നത്. നൈറ്റിയുടെ കളർ നോക്കിയേ. അത് ശരിയാ.
സുനുവാൻറ്റിയുടെ കടയിലെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ ഇന്ന്. അനാർക്കലി നിന്ന് കൊച്ചുള്ളിയൊക്കെ തീയൽ വെക്കും. അപ്പോൾ നീ അതുപോലത്തെ ഒരു നൈറ്റി എനിക്ക് തരണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് തന്നതാ. അനാർക്കലി പുതിയ കടയൊക്കെ ഓപ്പൺ ചെയ്തു. അടിപൊളി. ആ, കണ്ടിയൂര്. അതുകൊണ്ടേ പറമോനെ എൻ്റെ കൂടെ എല്ലാം ചെയ്യാൻ സഹായിക്കാം. രാധാണ്ണൻ വരാമെന്ന് പറഞ്ഞതാ കേട്ടോ. രാധാണ്ണനും ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും എല്ലാം. കാരണം എനിക്ക് 2 ദിവസം കൊണ്ട് ഇച്ചിരി BP ഹൈ ആയിട്ട് തലവേദനയായിരുന്നു. ആരും അടുക്കുന്നില്ലേ കൈ. ചുമ്മാതാ മോനെ, വാഷിംഗ് മെഷീനെ കഴുകിയ തുണി അടുത്ത് വിരിച്ചെന്നേ ഉള്ളു. ഒന്ന് പെട്ടെന്ന് വരുമോ ഇങ്ങോട്ട്? അപ്പൊ ഉണക്കക്കൊഞ്ചും വേണ്ട മോനെ, ഉണക്കക്കൊഞ്ചും പിന്നെ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് നമ്മൾ വെച്ച് ഇനി അതിനകത്തോട്ട് 2-3-4 കഴുകി വെച്ചേക്കുന്നതാ. എന്തുവാ, വെളുത്തുള്ളി 2-3-4 കഷ്ണം വെളുത്തുള്ളി, അത് മതി. കാരണം ഗ്യാസ് ഒന്നും ഇതുങ്ങൾക്ക് കയറരുത്. ഒന്നാമത് മഴയൊക്കെയാ. ജോലി ഉണ്ടാക്കിയാലോ. അതും പ്രത്യേകിച്ച് സ്പെഷ്യൽ ചക്കക്കുരു. നമ്മുടെ ആള് വരുന്നുണ്ട് ഹെൽപ്പിന്. ഇപ്പോൾ ഒരു ശകലം ഇത്ര ഇടത്തില്ല, ഇഞ്ചിയും കൂടെ. മതി, അത് മതി. ഇനി പച്ചമുളക്. എരിയട്ടെ. പിന്നെ കണ്ണിലോട്ട് കയറി വന്നു. പച്ചമുളകായി, വെളുത്തുള്ളിയായി, ഇഞ്ചിയായി, ചക്കക്കുരുവായി, കൊച്ചുള്ളിയായി, വേണ്ട ഉണക്കക്കൊഞ്ചുമായി. തക്കാളിയായി പിന്നിടാം. അരിഞ്ഞു വെക്ക്. പിന്നെ അരിയുന്ന ജോലി വേണ്ട, അന്നേരം വെള്ളം വായ്പും. അപ്പൊ ഇത്രയായില്ലയോ, ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് വഴറ്റാം. ഇനി ഒരു കാര്യം കൂടെ സ്പെഷ്യൽ കൊണ്ടുവരണം. എന്തുവാ? തേങ്ങാക്കൊത്ത്. നമ്മള് തേങ്ങയൊക്കെ തിരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. മുരിങ്ങയൊക്കെ അപ്പൊ നമ്മൾ കഴുകിയിട്ട് കഴുകുകയും ചെയ്ത് ഇനി എന്നിട്ട് വെള്ളത്തിനകത്ത് cut into pieces. 1 piece, 2 piece. രാധാച്ചന് 2 കഷ്ണം, 3 piece. ഉണ്ണിക്കുട്ടന് 2 കഷ്ണം, 4 piece. വല്യച്ഛന്, ഏടാ ശ്രീകുട്ടന്. മുരിങ്ങയ്ക്കായ്ക്ക് വില കുറവാ. സെറ്റായിരിക്കുന്നു മുരിങ്ങയ്ക്ക. എല്ലാവർക്കും ഉള്ള ഓരോ മുരിങ്ങയ്ക്ക ആയിരിക്കുന്നു. ഒരെണ്ണം കൂടി എടുത്തോ മോനെ. ഇനി വേണോ? ഇതൊന്നും ഇല്ലല്ലോ. മുരിങ്ങയ്ക്കൊക്കെ അങ്ങോട്ട് കണ്ടിച്ചിട്ട് ഇപ്പൊ സമയം എന്തുവായെന്നറിയാവോ? 2 മണി. നോക്ക്, ഇതുവരെ ഇവിടെ എല്ലാം വെന്തിരിക്കുക, കറികളൊക്കെ വെന്തിരിക്കുക. വെളുപ്പിന് 2 മണിയാണ് ഇപ്പൊ സമയം. അയ്യോ ഓടായിരുന്നു. മുരിങ്ങയ്ക്ക എടുത്ത് പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു ശകലം പിഴുപുളിയും കൂടെ അതിൻ്റെ കൂടെ വെള്ളത്തിലോട്ട് ഇടാം. അതപ്പോഴത്തേക്ക് കുതിരും. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ശകലം തേങ്ങാക്കൊത്തൂടെ, അതിനൊരു രുചി വേണ്ടായ. അപ്പം നമുക്ക് ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല. ബീഫ് ഫ്രൈക്കകത്ത്. ഇവിടെ അതും ഇഷ്ടമല്ല. ബീഫ് ഫ്രൈക്കകത്ത് ഇത് പിന്നെ ഇവന്മാർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ അണ്ണൻ പറയുന്ന ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തീയൽ വെക്കാനെന്ന്. എനിക്കറിയത്തില്ല. ക്രിസ്പി ഇത് കിട്ടത്തുള്ളൂ. ഓഹോ, ക്രഞ്ച് ബ്രഞ്ച്. ഇന്ന് തകർക്കുമെന്നാ പറഞ്ഞത്. ഇന്ന് 2 പ്ലേറ്റ് ചോറുണ്ടോന്ന് എന്നോട് പറഞ്ഞു രാധാച്ചന. അപ്പൊ നമ്മുടെ കലവറയിലേക്ക് സ്വാഗതം. കലവറയിലെ രാജകുമാരൻ. വേണ്ട, ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചപ്പം വന്നു കണ്ടോ. ഇവരെല്ലാരും കൂടെ എന്നോട് പറഞ്ഞു എല്ലാം ചെയ്തു തരാം, തേങ്ങ തിരുമ്പി തരാം, കൊച്ചുള്ളി അരിഞ്ഞു തരാം, എല്ലാം പറഞ്ഞതാ. ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പം
വേണ്ട വന്ന്. അപ്പൊ പെട്ടെന്നാണ്ട് തേങ്ങ തിരുമ്മി തരാം, കൊച്ചുള്ളി പൊളിക്കാന്നൊക്കെ അച്ഛനും മക്കളൂടെ പറഞ്ഞതാണോ? അയ്യോ ഞാൻ തന്നു, തിരുമ്പി തരാൻ പറഞ്ഞു, ചെലവെടുത്താലും തിരുമ്പി തന്നാലും ചെലവെല്ലാം ക്ലീൻ ചെയ്യും. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അവര് കണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവമേ, ചട്ടി വെക്കാം കല്ലിലോട്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓ സെറ്റപ്പായി. ഇന്നലെ രാത്രി ഞങ്ങൾ ദൃശ്യം കാണാൻ പോയി. ഇന്നലെ നല്ലത്. ഞങ്ങള് ദൃശ്യം കാണാൻ പോയി. എന്നിട്ട് അവിടെ കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു രണ്ടുപേരും. അല്ല, ജീവിതം ഇത്രയും നാളിനോടകം രാധാച്ചൻ ആദ്യമായിട്ടാ ഫുൾ സിനിമ കാണുന്നത്. ഞാനും ചായ വേണമെന്ന് പറഞ്ഞ് ചായ മേടിച്ചു കൊടുത്ത് ഷട്ടയെ മൊത്തം കമത്തുകയും ചെയ്ത് ഉറങ്ങി കുടിച്ചതാ. ആശീർവാദിലാ ഞങ്ങള് പോയെ. ആശീർവാദല്ല, ആശീർവാദ്. ഇല്ലില്ല, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. നമ്മള് പോയത് ആശീർവാദം. ആശീർവാദല്ലേ. ചട്ടി ചൂടായി. ഇത്രയും മതി. വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി ഉപയോഗിക്കണ്ട. വില കൂടുതലും തന്നെയല്ല, ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഓ എന്താ ഇന്ന് 2 മണിയായി, ഇതുവരെ തീയല് വെന്തില്ല. തീയല് പിന്നെ കഴിക്കാമോ? ചോറ് എടുത്തുണ്ടോ? ചോറ് റെഡി. അയില വറുത്തതുണ്ട്, മത്തി പച്ചക്കറി വെച്ചതുണ്ട്, മോര് കാച്ചിയതുണ്ട്, പാവയ്ക്കാൻ മെഴുക്ക് പുരട്ടിയുണ്ട്. അത് മതി. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് താങ്കൾക്ക്? ഇത് കണ്ടോ, മുരിങ്ങയ്ക്ക വെട്ടിയിട്ടിരിക്കുന്നു. ചങ്ങാടം ഉണ്ടാക്കാൻ ഫസ്റ്റ്. പിന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് ഇതാ ഇഷ്ടപ്പെടാത്തത്. ഇല്ല, ആൾക്കാർ പറഞ്ഞിട്ട് കളിയാക്കാൻ നല്ല മിടുക്ക. ഇതിപ്പം എന്ത് കഴിയുമ്പോ അങ്ങ് കീറിപ്പോവും. അതിന് ആ രീതിയിൽ ഇട്ടേക്കുന്നത്. എന്താ മുരിങ്ങക്കായലാണോ ചങ്ങാടം ഉണ്ടാക്കുന്നത്? ഞങ്ങളും ചോറ് തന്നെ. മുരിങ്ങക്കായൽ അത് ചങ്ങാടത്തെ പോയിട്ടുണ്ടോ അണ്ണനും ഒക്കെ? അല്ലല്ല, ഇതിന് ഉത്തരം പറ. എക്സാമ്പിൾ ഒന്നും അല്ല. ഞങ്ങള് തമാശയാ പറഞ്ഞേ. ശരിയല്ലോ, ഇതോ മുരിങ്ങക്കായ കണ്ടോ? അപ്പൊ ഞാൻ അരിഞ്ഞത് നീളത്തിലല്ലയോ മോനെ? അതിന് കളിയാക്കിയത് നമുക്കതൊക്കെ പിടികിട്ടി. കടുകിട്ട് കൈയിട്ടൊന്നും വിളക്കുന്നില്ല. അത് പൊട്ടുന്നൊക്കെ ഉണ്ട്. വേണ്ട, പഴയപോലെ പൊട്ടുന്നില്ല. കറിവേപ്പില ഇട്ടോ, തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പീര. ചെറിയായിട്ട് നമുക്ക് ഇനിയിപ്പം അരപ്പൊക്കെ ചേർക്കുമ്പം പിന്നെ ഇതിനകത്തോട്ട് കടായിക്കകത്തോട്ട് ഇടാം. കടായിയോ എന്താ ഉണ്ട് കടായി. ഇതിനകത്ത് അത് രുചിയോടൊന്ന് വേവട്ടെ ആദ്യമേ. കടായി വാർപ്പാണോ? കരി സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ചായിരുന്നു വാർപ്പ്. അവിടെ പിന്നെ പെരയുടെ ഒരു വാർപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. കളിയാക്കാനൊക്കെ നല്ല ഏക്കുന്നില്ല. ഓ മഞ്ഞക്കിളിയൊക്കെ ആയിട്ട് വന്ന് നിന്നതാ. ഔട്ട്ഫിറ്റ് നോക്കിയേ, മഞ്ഞ ടീഷർട്ട്. കൈലിയാണ് ബെസ്റ്റ്. കൈത്തറിയുടെയാ ശംഖുമാർക്ക്. എന്തുവാ ചങ്കോ? ശംഖുമാർക്ക് കൈലി. രണ്ടുപേർക്കും വിദ്യാഭ്യാസം ഇല്ല. മലയാള ശകലം. ആശീർവാദ്. ഞങ്ങൾക്കേ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഒക്കെ അല്ല. 4 വരെ. നീ മലയാളത്തിൽ എഴുതാം. അതെ, നമ്മൾ പറയുന്ന വാക്കുകൾ മലയാളത്തിലൊന്നും എഴുതാവോ? പിന്നെ ഇപ്പൊ എഴുതി വെക്കും. പത്മനാഭൻ എന്നുള്ളത് വേറെ വല്ലതും ആവും ചിലപ്പോ. പത്മനാഭൻ എന്നുള്ളത് ഇംഗ്ലീഷ് എഴുതി കാണിക്കാം. വേണ്ട, അല്ല തിരിച്ച് ഞാൻ എഴുതാം. അത് പിന്നെ പിന്നെ പത്മനാഭന്റെ സ്പെല്ലിങ്. ഇങ്ങോട്ട് വാ മോനെ. വേണ്ടേ കണ്ടോ? ഇത് മൂത്ത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെയ്യുക.
ഇങ്ങോട്ട് വഴറ്റി ഇച്ചിരി മഞ്ഞപ്പൊടി, കൃമി കൂടുതലുള്ളതാ, ഇച്ചിരി പോട്ടെ. മഞ്ഞപ്പൊടിയാ? ആ അതൊക്കെ ശരിയാ, ഞാൻ ഉണക്കി പൊടിപ്പിച്ചതാ. ആ മഞ്ഞപ്പൊടി, ഉപ്പ്, പഞ്ചസാര. മതിയടാ. പഞ്ചസാര ഇടത്തില്ലേ? ആ നീ ഇച്ചിരി ഇട്ട് കൂടി. കിട്ടും. ആ അത് പിന്നെ അടുത്തതിനകത്ത് ആക്കാണോ? നമ്മളൊരു കടയിൽ ഷാർജ ഷേക്ക് തുടങ്ങിയത്. ഇങ്ങോട്ട് നോക്കിനി, കൊഞ്ച് നമുക്ക് ശകലം എടുത്ത് വെള്ളത്തിലോട്ടിട്ട് മതി. വറുത്ത് പൊടിച്ചാണ്, വറുത്ത് എല്ലാം വെച്ച് വൃത്തിയാക്കി വെച്ചേക്കുവാ. വേണ്ട അല്ല, ഈ കൊഞ്ച് കണ്ടോ, ഇതുകൊണ്ട് മുട്ടൻ കൊഞ്ച് പിന്നെ നമ്മൾ കവറിനകത്തൊന്നും മേടിക്കത്തില്ലയോ, അത് കണ്ടോ ഇതിന്റെ കൊഞ്ച് വേണ്ടവർ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ലിങ്ക് അല്ലേ, ഞാൻ അതിന്റെ ഫോൺ നമ്പർ തന്നേക്കാം. ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. അതിന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും DM വരുന്നതായിരിക്കും. വേണ്ട മോനെ, കൊഞ്ച് എന്നിട്ട് നമുക്ക് ഇനി വെള്ളത്തിലോട്ട് ഇട്ടെന്ന് കൊഞ്ച് വാഷ് ചെയ്തോ. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് ഡിസ്കഷനിലിരിക്കട്ടെ. എങ്ങനെയാണ് കടയിൽ ഷാർജ ഷേക്ക്, സ്ട്രോബെറി ഷേക്ക്, പാൽ സർബത്ത് തുടങ്ങിയാലോ? പപ്സ് ചായ വേണ്ട, അത് നമുക്ക് ഇഷ്ടമല്ല. കൊഞ്ച് കഴിയാനാ നമുക്ക് തിന്നാമല്ലോ. കൊഞ്ച് കണ്ടോ വെള്ളത്തിലിട്ട് കണ്ട് കഴുകി വാരി അതിൻ്റെ കൂടെ ഇടാം, കിടന്ന് വേവട്ടെ. ഒത്തിരി വേണ്ട, ചക്കക്കുരു നിന്നോണ്ട് ഇവിടെ ജോലി ഉണ്ടാക്കല്ലേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്യാസിന്, കേട്ടോ അണ്ണാ. അതാണ് നമുക്കിങ്ങനെ വിശക്കുമ്പോഴേ എനിക്ക് ശരിയാമൊക്കെ ഇങ്ങനെ തിന്നെ. ഇവിടുത്തെ ലേസ് കള്ളിയാ മെയിൻ, ലേസ് കള്ളി. കട അടച്ചിരുമ്പോ ഞാനിപ്പോ ഒന്നും എടുക്കത്തില്ല. നമുക്ക് BP കൂടുതൽ, ഷുഗർ കൂടുതൽ, ഞാൻ എല്ലാം നിർത്തി. ഞാൻ അങ്ങോട്ട് എണ്ണി പോകും 12 തിരിച്ചു വരുമ്പോ. ഇങ്ങനെയാണോ കള്ളം പറയുന്നത്? ഉച്ചക്ക് 1 മണി കട അടയ്ക്കുമ്പോൾ 12 എണ്ണം കാണും. വൈകിട്ട് 4 മണിക്ക് വരുമ്പം 6 എണ്ണം കുറവ്. 6 എണ്ണം തൊട്ട് ആ വയറ്റിലായിരിക്കും. ചിലരെല്ലാം മടക്കുത്തി വെച്ചോണ്ട് പോകുന്നത്. ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പൊ നമുക്കിത് വെന്തട്ട് ബാക്കി കാണാം. നമ്മൾ തേങ്ങ വറക്കാൻ പോവുകയാണ്. തേങ്ങ വറക്കാൻ പോവാണ്. ചീനിച്ചട്ടിയിലോട്ട് ഇട്ടു. എന്തൊരു വന്നിരിക്കും, മേടിച്ചിളക്കല്ലോ. ഷൈജു ദാമോദരന്റെ തൊടണ്ട മോനെ, കാരണം പറയും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം എല്ലാം ഞാനത്. അങ്ങനെ എത്ര വട്ടം ഷൈജു ദാമോദരന് പകരം നിൽക്കുന്നു കാണാമോ? ഷൈജു ദാമോദരനല്ലേ കമന്ററി പറയുന്നത്, പുള്ളിക്ക് പകരം നിൽക്കുന്നു തോന്നുന്നു എല്ലാം പറയാൻ വേണ്ടി. അത് പുള്ളി അത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ, അതുപോലെ നമുക്ക് പറ്റുമോ? അതാ പറഞ്ഞ എല്ലാം പറയാൻ വേണ്ടി നിൽക്കുക, കമന്ററി പറയാൻ നിൽക്കുക പുള്ളിക്ക് പകരം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം അതിനകത്തോട്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി. തേങ്ങയ്ക്ക് ഒരു കളറും ഒക്കെ ഒന്ന് വരണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇടണം. പിന്നെ ഒരു ശകലം പെരുംജീരകവും കൂടെ. പെരുംജീരകം ഉണ്ടോ നോക്കട്ടെ. ജീരകമാണോ? പോരാലോ അങ്ങോട്ട് സ്പീഡ്. ഇളക്കി മറിക്കാം അങ്ങോട്ട്. മാറിക്കാൻ മോനെ. ഇളക്കിയപ്പോഴത്തേക്ക് വിയർത്ത് ചുമപ്പ് കളർ വന്നു. പെരുംജീരകം ഇത്രയും മതി. പെരുംജീരകം, കുറച്ച് കറിവേപ്പില. പിന്നെ അതിനകത്ത് കിടങ്ങും അടിപൊളിയല്ലേ തേങ്ങ അരയ്ക്കുമ്പോൾ. ഇല്ലില്ല, അത് നമുക്ക് വറക്കാം. ഇത് വറക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് ചോറ് കഴിക്കട്ടെ. ഞങ്ങളൊന്ന് ചോറുണ്ടിട്ട് വരാം. നമ്മുടെ കറിയൊക്കെ വേണ്ട അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്, എല്ലാം വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എന്താണ്ട് നമ്മുടെ തേങ്ങയും എല്ലാം റെഡിയായി മൂത്ത്. നമ്മൾ മല്ലിപ്പൊടി, വേണ്ട മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. ചിലർ ചേർക്കത്തില്ലെന്ന് പറയുന്നത് കേൾക്കാം തീയലിന്. ഞങ്ങൾ പണ്ട് മുതലേ ഈ സാധനം ചേർക്കാം, എന്നാലും ആ കറിക്കുള്ള ഒരു കൊഴുപ്പ് വരുത്തുള്ളൂ. ഇഞ്ചിയാണ് ഇന്ത്യ മോനെ, നല്ല ഇഞ്ചി അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് തേങ്ങ ഉണങ്ങിയതാണ്. മുളക് പൊടി ഇച്ചിരി എരിവുള്ളതാ, മതി. 2 സ്പൂണ് മതി. എന്തൊരു വിലയാ മുളകിനിപ്പം, പിന്നെയും വില കൂടി. മറ്റേ വില കുറവായിരുന്നു. ചിരട്ടയ്ക്ക് ഇപ്പൊ 1 കിലോയ്ക്ക് 33 രൂപയായി. ഇവിടെ തീ കത്തിക്കാനില്ല, പിന്നെ അങ്ങനെ
ഇവിടെ വന്ന് ഈയിടെ ചോദിച്ചായിരുന്നു ചിരട്ട എന്തിനാണ് ചിരട്ട ഇവർക്ക്. എന്തേലും കാണും അതുകൊണ്ട്. അതാ കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്, എന്തോ രസമാണ്. അപ്പം നമ്മുടെ ഇത് തീയലിൻ്റെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയാ, പക്ഷേ ഇത് അന്നയുടെയാ കേട്ടോ, കൂടിയ ചീനിച്ചട്ടിയാ. നമ്മൾ ഈയിടെ മേടിച്ചതാണ് ഇതിനായിട്ട് തന്നെ. ഇരുമ്പിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് വെക്കണേ ഒരു 5-8 കിലോ ഉണ്ട്. ഇനി ഒരു ചെറുതും മേടിക്കണം. അന്ന നമ്മുടെ അരപ്പെല്ലാം ഞാൻ അരച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് കണ്ടോ നല്ല മണം. പോയി. ഈ എപ്പോഴായാലും ഉള്ള ഇവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു പറച്ചിൽ. പിന്നെ അങ്ങനെ പറയാ കറി പോകത്തു ഇങ്ങോട്ട് കാണിയിരുന്നോണ്ടൊക്കെ വെക്കുന്നവരുടെ ഗുണം പോലെ. ആ ഗുണമോ അങ്ങനെ വായും കൊണ്ട് പറയുന്ന അത് എവിടുത്തെ ഇതാ. ആ ഒരു തേങ്ങ ഇല്ല. എന്താണ്ട ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി ഒഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, ചിലരൊക്കെ അങ്ങനെ. ഞങ്ങളുടെ അമ്മയൊക്കെയാണ് 5 മിനിറ്റ് കൊണ്ട് തേങ്ങയൊക്കെ വറുത്ത് തീയലുണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ. എൻ്റെ കുഞ്ഞമ്മയുടെ അമ്മയുണ്ട്, ബേബിച്ചിറ്റപ്പൻ്റെ അമ്മ. 1.5 മണിക്കൂർ എടുക്കും ഒരു തീയൽ വെക്കുന്നതിന് തേങ്ങ വറക്കാൻ. ഗീതാമ്മ. നമ്മുടെ ചട്ടിക്കകത്ത് കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടേ ഈ കടായിക്കകത്തോട്ട് എടുത്ത് കേട്ടോ. കാരണം ഈ അരപ്പ് കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിറയും. കൊച്ച് തീയൽ ചട്ടിയല്ലായിരുന്നു. കണ്ട അരപ്പ് കളർ ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കളഞ്ഞു. തീയൽ തക്കാളിക്ക എളുപ്പമല്ലേ? ആ എളുപ്പമാടാ. കണ്ട ഒരു ശകലം പിഴുപുളിയും കൂടെ കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തീയൽ റെഡിയായില്ലേ? തിളക്കണം തക്കാളിക്ക. ഞാൻ ആ കഷ്യത്തിന്റെ കൂടെ തക്കാളിക്ക ഇട്ടില്ല കേട്ടോ. അമ്മമാരൊക്കെ പറയുന്നത് ഭയങ്കര പാടാ. വന്ന് മുമ്പിലോട്ട് ഇരിക്കുവല്ലയോ അല്ലയോ? ഞാൻ കണ്ടു ഇത് വെക്കാൻ 10 മിനിറ്റ് നീ കുറെ പറയും. 10 മിനിറ്റിന്റെ ആവശ്യം പോലും എടുത്തില്ല. തേങ്ങ വറക്കണേ എത്ര നേരം വേണമെന്നറിയാം. കാളം കൂളം തീ ഇടാമെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ശകല ഉപ്പും കൂടെ. നീ ഉപ്പുറ്റൊപ്പം ചെയ്യാം. നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ പോകുന്നു. ജഡ്ജസിനെ വിളിക്കേണ്ടതാണ്. ജഡ്ജസിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കേണ്ടതാണ്. ഉപ്പൂടിട്ടിട്ട് ടോപ്പപ്പ് ചെയ്യാം. തിളച്ച് വാങ്ങാറാകുമ്പം ഇച്ചിരി കറിവേപ്പിലയും കറുകപ്പട്ട ഗ്രാമ്പു പൊക്കോണം. പോടാ പോടാ. അപ്പൊ നമ്മളെ തീയൽ റെഡി ആയിരിക്കുന്നു. ചക്കക്കുരു, മുരിങ്ങയ്ക്ക, കൊച്ചുള്ളി, ഉണക്കക്കൊഞ്ച് തീയൽ റെഡി ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഉപ്പ് നോക്കാൻ കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരുവിൻ്റെ തീയൽ ഉദ്ഘാടനം രാധാണന. നോക്കിയിട്ട് പയ്യെ ആ രുചിയെല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർ നമ്പർ 1 ആണോ? ഓ എനിക്ക് വയ്യ. ഒരു 2 നാഴി ചോറുണ്ട്. കറി കാണുമ്പോഴേ അറിയാം. ഒരു കല വന്നാക്കാം. അടിപൊളി. പക്ഷെ ഞങ്ങളുടെ സമയം 3 മണി കഴിഞ്ഞു പോയി. സമയം 3 മണി കഴിഞ്ഞു പോയി. ഞങ്ങൾ ചക്കക്കുരു തീയൽ വെച്ച് അടിപൊളിയായി. അപ്പൊ എല്ലാരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.